എന്നാ എന്നോട് പറ ഐ ലവ് യു. സംഭവം എന്താ മനസ്സിലായോ? ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രോമോ വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ അതിലാണെങ്കിൽ ഒരു സുന്ദര കുട്ടപ്പനായിട്ട് കേരള തനിമയിലാണ് വന്നിരിക്കുന്നത്. കോണ്ടസ്റ്റൻസ് ആണെങ്കിലും ഫുൾ കേരള തനിമയിലായിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ശരി, ഞാനും എന്നാ ഒരു കേരള സ്റ്റൈലിൽ വരാം ഇന്നത്തെ വീഡിയോയിൽ എന്ന് വിചാരിച്ചു. കാര്യം എല്ലാവർക്കും അറിയാലോ, ഇന്ന് November 1 കേരള പിറവി ആയതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ. സോ ഇനി കാര്യത്തിലോട്ട് വരാം കേട്ടോ. നമ്മുടെ ബിഗ് ബോസിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കളർഫുള്ളാണ് സംഭവം. കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് ചുളുവിൽ ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട്. അനുവിനെ പോയി പ്രൊപ്പോസ് ചെയ്തു. നിങ്ങളെല്ലാവരും കണ്ടു കാണും. അനു ആണെങ്കിൽ അതങ്ങ് നിരുപാധികം തൽക്ഷണം നിരസിക്കുകയും ചെയ്തു. അനീഷ് ആണെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലുമാണ്. അപ്പം നിങ്ങൾക്കിത് എന്താ തോന്നുന്നത്? ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ അതോ അനീഷ് റിയൽ ആയിട്ട് അനുവിനോട് ലവ് ഫീൽ ചെയ്തിരുന്നോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നിയത് ഞാൻ പറയാം കേട്ടോ. അതായത് അനു കാര്യം ലൈവ് എപ്പിസോഡ്സിലൊക്കെ ഇങ്ങനെ ചെന്ന് ഹാർട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ അനീഷിന്. അതുകൊണ്ട് തന്നെ അനീഷ് ചിലപ്പോൾ അതിൽ വീണതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 100 ഡേയ്സ് ഒക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം അനുവിന്. പിന്നെ കാര്യം രണ്ടുപേരും ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അപ്പോൾ അല്ലെങ്കിൽ അനീഷ് നല്ലൊരു മൈൻഡ് ഗെയിമറാണ്. അങ്ങേരെ ഒരു ഗെയിം സ്ട്രാറ്റജി ആവാൻ കൂടെ ചാൻസ് ഉണ്ട്. നമുക്ക് അറിഞ്ഞൂടെ അനീഷ് എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. കാര്യം എന്തായാലും ചീറ്റിപ്പോയത് കൊണ്ട് പിന്നെ അതിലൊരു സ്കോപ്പില്ല. പക്ഷേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡും പ്രൊമോയും എല്ലാം അങ്ങ് ഈ പ്രൊമോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എപ്പിസോഡ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ആൻഡ് ഐ ഡോണ്ട് നോ ഹൂ ഈസ് ഗോയിങ് ടു ഗെറ്റ് എവിക്റ്റഡ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത എവിക്ഷൻ ഒന്നും അല്ല ഇതുവരെയ്ക്കും നടന്നിട്ടുള്ളത്. എന്നാൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബുമോൻ ഒന്നും ചെയ്യാതെ ലക്ക് കൊണ്ട് മാത്രം ഇതിനകത്ത് പിടിച്ച് ഷാനവാസ് പറയുന്ന പോലെ എന്നാലും എങ്ങനെ നീ നിന്നു, ഒന്നും ചെയ്യാതെ എങ്ങനെ നിന്നെന്ന് ഷാനവാസ് ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ. അതുപോലെ എങ്ങനെ നിന്നുപോയി സാബുമോൻ എനിക്കറിയില്ല. അപ്പോൾ സാബുമോനോ അല്ലെങ്കിൽ ആദിലയോ ആണ് ഞാൻ ഇന്ന് എവിക്റ്റായി പോകും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ എപ്പിസോഡ് ആൻഡ് ഓൾസോ ലെറ്റ്സ് സീ ഹൂ ഈസ് ഗോയിങ് ടു ഗെറ്റ് എവിക്റ്റഡ് സൂൺ. സോ ഒരിക്കൽ കൂടെ എന്നാ എന്നോട് പറ ഐ ലവ് യു. ഒരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഞാൻ ചിലപ്പോൾ ചെയ്യും. സോ